1988 പത്മരാജൻ സാറിൻ്റെ അപരൻ എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തി മലയാള സിനിമാ പ്രേക്ഷകരുടെ സ്വകാര്യ സ്വത്തായി മാറിയ നടനാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ജയറാം സുബ്രഹ്മണ്യൻ എന്ന ജയറാമേട്ടൻ. ഈ വിഷുദിനത്തിൽ ജയറാമേട്ടൻ നമ്മളോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ജയറാമേട്ടൻ നമസ്കാരം. നമസ്കാരം. എത്രയോ 26 വർഷങ്ങളായി ജയറാമേട്ടൻ ഇപ്പോൾ സിനിമയിൽ ഒരു കുടുംബ പ്രേക്ഷകരുടെ നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന ഒരു നടനാണ്. എനിക്ക് ഇപ്പോൾ ആദ്യം തന്നെ ചോദിക്കാനുള്ളൂ, ഇത്രയും വർഷങ്ങളായി ജയറാമേട്ടൻ എങ്ങനെയാണ് ഈ ഒരു ഇമേജ് കീപ്പ് ചെയ്യുന്നത്? എന്താണ് അതിൻ്റെ ആ ഒരു സീക്രട്ട്? സീക്രട്ടായിട്ടൊന്നുമില്ല, യാതൊന്നുമില്ല. അതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒന്ന്, നമ്മൾ ചെയ്യുന്ന ജോലി 100% സത്യസന്ധമായിട്ടും അതിനകത്ത് കള്ളത്തരങ്ങൾ ചേർക്കാതെ സിൻസിയറായിട്ട് ചെയ്താൽ, അത് ഏത് ജോലി, സിനിമ എന്നല്ല, അത് മറ്റെന്ത് ജോലിയായാലും ജീവിതത്തിൽ ഏത് തരത്തിലുള്ള ജോലിയായാലും അതിൽ 100% സക്സസ് ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പല സ്ഥലത്ത് ചെന്നാലും ഞാൻ പുതിയ ജനറേഷനിലെ കുട്ടികളോട് പറയുന്ന കാര്യമാണ്, അവർ എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, അല്ലെങ്കിൽ IT പ്രൊഫഷനിലേക്ക് വരണം, അല്ലെങ്കിൽ ഇതേപോലെ ആക്ടിങ് പ്രൊഫഷണൽ, സിനിമ, ഇത് മനസ്സിൽ ആഗ്രഹങ്ങളുണ്ടായാൽ പോരാ. അതിലേക്കുള്ള അപ്രോച്ച്, അതിലേക്ക് വന്നാലും അതിൽ ചെയ്യുന്ന ജോലികൾ 100% സിൻസിയറാണെങ്കിൽ വിജയവും തോൽവിയൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. കുറേ സിനിമകൾ പരാജയപ്പെടും, ഇത് ചെയ്യും. അത് സിനിമയിലെന്നല്ല, സിനിമ എല്ലാവരും അറിയപ്പെടുന്നൊരു മീഡിയ ആയതുകൊണ്ട് നമ്മളുടെ പരാജയങ്ങൾ പെട്ടെന്ന് ആളുകൾ അറിയും, വിജയങ്ങളും അറിയും. അല്ലാതെ ബിസിനസ് ആണെങ്കിലും ചിലർക്ക് ബിസിനസ് വളരെ തോൽവിയായിരിക്കും, പിന്നീട് സക്സസ് ഉണ്ടാവും. അപ്പോൾ അതേപോലെ ചെയ്യുന്ന ജോലി 100% സിൻസിയറായിരിക്കുക. പിന്നെ നമ്മളുടെ ഗുരുക്കന്മാർ, ഗുരുനാഥന്മാർ, അവരോടൊക്കെ ഉള്ള ആ 3 അക്ഷരം എന്ന് പറയും, ഗുരുത്വം എന്ന് പറയുന്നത്, അത് കാത്തു സൂക്ഷിക്കാൻ കഴിയുക. ഓക്കെ. ജയറാമേട്ടന് ഒരു പക്ഷേ ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുന്നതിലെല്ലാം വളരെ പെർട്ടിക്കുലറാണ്. അപ്പം ഒരു തിരക്കഥ വായിക്കുമ്പോൾ ജയറാമേട്ടൻ എങ്ങനെയാണ് ഇത് നന്നായിരിക്കും വരും, അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് നടത്തുന്നത് എങ്ങനെയാണ്? നിറയെ പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഞാൻ അധികവും ചെയ്തിട്ടുള്ളത് ഫാമിലി ടൈപ്പ് ഓഫ് സബ്ജക്ട്സാണ് അധികവും ചൂസ് ചെയ്തിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണ് ഞാൻ അത്തരം കഥകൾ അധികം ചൂസ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, എന്നെ തേടി വരുന്ന ഏകദേശം 90% ഓഫ് സ്റ്റോറീസ് അത്തരത്തിലുള്ളതാണ്. തുടക്കകാലത്ത് പത്മനാഭൻ സാറിനെ പോലത്തെയും ഭരതേട്ടൻ്റെ പോലെയും അല്ലെങ്കിൽ അത്തരം സിനിമകളിലൂടെ കയറി വന്ന് പിന്നീട് അങ്ങോട്ട് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ ഡയറക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ അധിക സിനിമകളും വർക്ക് ചെയ്തിട്ടുള്ളത് ഇടത്തരം കുടുംബങ്ങളുടെ കഥകൾ പറയുന്ന, ഭാര്യയും ഭർത്താവും തമ്മിൽ, അല്ലെങ്കിൽ അച്ഛനും മകനും തമ്മിൽ, മക്കളും അച്ഛനും തമ്മിലുള്ള റിലേഷൻ, അങ്ങനെ അത്തരത്തിലുള്ള എല്ലാ സിനിമകളും എന്നെ സംബന്ധിച്ച് എനിക്കത് വലിയ ഭാഗ്യമായിട്ട് തോന്നിയിട്ടുണ്ട്. അത്തരം സിനിമകൾ കുറേ ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. പിന്നെ കാലഘട്ടങ്ങൾ കഴിഞ്ഞാലും ഇപ്പോഴും അത് നമുക്ക് TV-യിലൂടെ ആ ചിത്രങ്ങൾ കാണുമ്പോൾ, അന്നന്ന് ആ സിനിമ ചിലപ്പോൾ ഒരു 25ാമത്തെ പ്രാവശ്യമാണ് കാണുന്നതെങ്കിലും എന്നെ ഒരുപാട് പേര് വിളിക്കാറുണ്ട്, ആ സിനിമ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് ഞങ്ങളെപ്പോഴും. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. കാരണം കാലഘട്ടങ്ങളെ അതിജീവിച്ച് പോകുന്ന സിനിമയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ അത്തരം സിനിമകൾ അധികം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു തിരക്കഥ വായിച്ച് നോക്കി നേരത്തെ അടുത്ത് ചോദിച്ച പോലെ, എന്നെ തേടി വരുന്ന സിനിമകളിൽ അതിനകത്തൊരു വ്യത്യസ്തത ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് കൺവേ ചെയ്യാനുണ്ടെങ്കിൽ അത്തരം സിനിമകളാണ് അധികം ചൂസ് ചെയ്യാറ്. ന്യൂ ജനറേഷൻ സിനിമ എന്നുള്ള ആ ഒരു ഇത് വളരെ ഒരു അതിപ്രസരം തന്നെയുണ്ട്. പക്ഷേ ജയറാമേട്ടന് തോന്നിയിട്ടുണ്ട്, എത്രയൊക്കെ ന്യൂ ജനറേഷനും പുതിയ കൺസെപ്റ്റ്സ് വന്നാലും ഭൂരിഭാഗം ഓഡിയൻസിന് ഇപ്പോഴും ഈ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ വരുന്ന കുടുംബ ചിത്രങ്ങളും കുടുംബ ബന്ധങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന തീമൊക്കെയാണ് ഇഷ്ടപ്പെടുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയില്ല. ഇപ്പോൾ ഇത് ആഗോള വ്യാപകമായിട്ടുള്ളൊരു ചേഞ്ചാണ്. അപ്പോൾ നമ്മളിവിടെ വിട്ടേക്കാം, ഇന്ത്യ വേണമെങ്കിൽ വിട്ടുള്ളൂ. ഹോളിവുഡിലെ സിനിമകൾ എടുത്താൽ പോലും ആക്ഷൻ സിനിമകൾ വരാറുണ്ട്, ഭയങ്കരമായിട്ടുള്ള സയൻസ് ഫിക്ഷനിലുള്ള സിനിമകൾ വരാറുണ്ട്, അങ്ങനത്തെ ഒരുപാട് വരാറുണ്ട്. പക്ഷേ ഇപ്പോഴും ഹോളിവുഡിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ സക്സസ് ആവുന്നത് ചെറിയ ഫാമിലി ടൈപ്പ് ഓഫ് സിനിമകളുണ്ട്. അത്തരം സിനിമകളാണ് അവിടെ 100% ഹിറ്റ്. മറ്റ് സിനിമകൾ ഭയങ്കര വന്നു പോകാറുണ്ട്. അത് എല്ലായിടത്തുള്ളൊരു കാര്യമാണ്. അത് മറ്റ് സിനിമകൾ വരും, ആക്ഷൻ സിനിമകൾ വരും, ഹിലേറിയസ് ആയിട്ടുള്ള കോമഡി പടങ്ങൾ വരും. ഒരു ട്രെൻഡ്, ഇപ്പോൾ ഒരു കോമഡി പടം സക്സസ് ആയാൽ അതിൻ്റെ പുറകിൽ ഒരുപാട് കോമഡി സിനിമകൾ വരും. ഒരു ആക്ഷൻ സിനിമ സക്സസ് ആയാൽ പിന്നെ ആളുകൾ, പ്രൊഡ്യൂസേഴ്സ് വിചാരിക്കും ആക്ഷൻ ഉണ്ടെങ്കിൽ സിനിമ ഓടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് എല്ലാം ഇടി സിനിമയായിരിക്കും. പക്ഷേ മലയാളികളെ സംബന്ധിച്ചിടത്തോളം
അവരുടെ ഹൃദയത്തിൽ തൊടുന്ന എന്തെങ്കിലും ഒരു സംഗതി ആ സിനിമയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിനിമ ഓടും. അതാണ് അവരുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന ഒരു സീനാണെങ്കിലും മതി. ഇന്ന് ജയറാമേട്ടൻ ചെയ്ത ചിത്രങ്ങളിലൂടെ ശരിക്കും ഒരു ഗൃഹനാഥൻ എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തു. ഒരുപക്ഷെ ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന നടന്മാരൊക്കെ ജയറാമേട്ടൻ്റെ ക്യാരക്ടേഴ്സ് ആയിരിക്കും എക്സാമ്പിളായി കണ്ട് എടുക്കുന്നത്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ എല്ലാ തരത്തിലുള്ള ഭർത്താവും ചെയ്തിട്ടുണ്ട്. വളരെ ക്രൂരമായിട്ടുള്ള ഭർത്താവ് നിറയെ സിനിമ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വെറുതെ ഒരു ഭാര്യ എന്നുള്ള സിനിമയിൽ എൻ്റെ ഭാര്യയെ ഞാൻ എത്രത്തോളം ദ്രോഹിക്കുന്നുണ്ടെന്നുള്ള പാവം. അതെ, ഇപ്പോൾ ഭാഗ്യദേവത എന്നൊരു സിനിമയിൽ സ്ത്രീധനത്തിന് വേണ്ടി എൻ്റെ ഭാര്യ ഉപേക്ഷിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടാക്കി. പക്ഷേ അത് ഞാൻ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ആ ഒരു ക്രൂരത ഫീൽ ചെയ്യുന്നില്ല. ഇയാളിനി എന്തൊക്കെ ചെയ്താലും എത്രത്തോളം പോകും, അങ്ങനെ ഒരു ലെവൽ ആൾക്കാർ എനിക്ക് തന്നിട്ടുണ്ട്. ഇപ്പം ജയറാമേട്ടൻ ചെയ്യുന്ന ഇപ്പോൾ ഒരു ഹിറ്റ്സ് വരുമ്പോൾ നോർമലി എല്ലാവരും പറയും ഒരു ടീം വർക്കാണ് സിനിമയുടെ സക്സസ്സിന് പിന്നിൽ. പക്ഷേ സ്വതവേ ഇപ്പോൾ അഥവാ പരാജയമാണ് ഒരു സിനിമയുടെ വേർഡിക്റ്റ് എങ്കിൽ നായകൻ്റെ തലേ മാത്രം. അതെ. അപ്പം സ്വതവേ എങ്ങനെയാണ് ആക്ടേഴ്സ് ഈ ഒരു പ്രതികരണം എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഓടുന്ന സിനിമ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ അതിൻ്റെ പുറകിൽ പോകുള്ളൂ. ഈ സിനിമ ഓടുന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തായാലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് എത്ര വലിയ സിനിമകളാണെങ്കിലും എത്ര ഇനിയിപ്പോൾ സൂപ്പർ സ്റ്റാർ, മെഗാ സ്റ്റാർ, ലോകത്തിലുള്ള ഏറ്റവും വലിയ നടൻ അഭിനയിച്ചാൽ ഈ സിനിമ തിയേറ്ററിൽ ഓടുമെന്നുള്ള നമുക്ക് പറയാനേ പറ്റില്ല. പക്ഷേ ഇത് ഒരു മാജിക് അതിൻ്റെ പുറകിൽ മോഹൻലാൽ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഇതൊരു അവസാനം റിലീസാവുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു മാജിക് തിയേറ്ററിൽ വരുമ്പോൾ പല സിനിമകളിലും പലതും സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ ദൈവാധീനമായിരിക്കാം, എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചില ജനങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ ഇത് എന്തെങ്കിലും ഒരു തരത്തിലാവാം ഉണ്ടെങ്കിൽ ആ സിനിമ ഓടും. അപ്പോൾ ഒരിക്കലും സിനിമ ഓടിയില്ല എന്ന് പറഞ്ഞ് 100% അതിൻ്റെ ബ്ലെയിം ഒരു ആക്ടറുടെ തലയിൽ വെക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ കാരണം അയാൾ ഒരിക്കലും വിചാരിക്കില്ല എൻ്റെ സിനിമ ഓടാതിരിക്കണേ പൊട്ടണേന്ന് ഒരിക്കലും വിചാരിക്കില്ല. എല്ലാ സിനിമകളും ഓടണമെന്ന് ആഗ്രഹിച്ചതിനാണ് ചെയ്യുന്നത്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടാവാം. ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു പ്രോപ്പറായിട്ടുള്ള റിലീസ് കിട്ടിയില്ലെങ്കിൽ ഒരു സിനിമ പരാജയപ്പെടാം. എനിക്കൊക്കെ അങ്ങനെയൊക്കെ എത്രയോ വന്നിട്ടുണ്ട്. പ്രോപ്പറായിട്ട് നമുക്കിപ്പോൾ ഈ വിഷുവിന് പടം റിലീസ് എന്ന് പറഞ്ഞിട്ട് ഈ വിഷു കഴിഞ്ഞ് പല പ്രാവശ്യം പോസ്റ്റ് ഒട്ടിച്ച് അടുത്ത ഓണവും കഴിഞ്ഞ് ക്രിസ്മസിന് ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ച റിലീസ് ചെയ്തിട്ട് നല്ല പടങ്ങൾ എത്രയോ ആളുകൾ കാണാതെ എങ്ങനെയോ പോകണം. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ആളുകൾ അതിൻ്റെ ഡിസ്കൊക്കെ വരുമ്പോഴാണ് അല്ലെങ്കിൽ വീഡിയോ വരുമ്പോഴാണ് കണ്ടിട്ട് അയ്യോ എന്ത് നല്ല സിനിമയായിരുന്നു. ഇപ്പോൾ ജയറാമേട്ടൻ ഇത്ര വർഷമായിട്ട് സിനിമ മാറി വന്ന എല്ലാം കണ്ട ഒരാളാണ്. ഇപ്പം മാറ്റങ്ങളുണ്ട് ഒരുപാട്, ടെക്നിക്കൽ വൈസ് ആയാലും പിന്നെ ഒരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂലായാലും ഒരുപാട് മാറിയിട്ടുണ്ട് സിനിമ. ഇപ്പോൾ സാറ്റലൈറ്റ്സിൻ്റെ പേരിലൊക്കെ ഒരുപാട് ഡിസ്കഷൻസ് നടക്കും. അപ്പം ഈ ഡിസ്കഷൻസിൻ്റെ ഒക്കെ ഇടയിൽ ശരിക്കും സിനിമയുടെ ആ ഒരു സോൾ ഇപ്പം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോകുന്നു തോന്നിയിട്ടുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ടാവാം. ഇപ്പോൾ ഇപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് സിനിമ എന്ന് പറയുന്നത് മെഡ്രാസിൽ മാത്രം ഉണ്ടായിരുന്നൊരു സംഗതിയായിരുന്നു. എല്ലാ സിനിമകളും മെഡ്രാസിലായിരുന്നു. തെലുങ്ക്, കന്നഡ, ഹിന്ദി ഒക്കത്തിൻ്റെയും സെൻറ്റർ മെഡ്രാസായിരുന്നു. അവിടെ നിന്ന് പിന്നീട് അവരവരുടെ സംസ്ഥാനങ്ങളിലേക്ക് അവർ സിനിമയെ കൊണ്ടുപോയി എന്ന് മാത്രം. നമ്മുടെ സിനിമയും കേരളത്തിലേക്ക് പറിച്ച് നടുന്നതിന് മുമ്പ് മെഡ്രാസിൽ മാത്രമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വല്ലപ്പോഴും മാത്രം നാട്ടിൽ കാണുന്ന ഒരു ആക്ടറെ കാണാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കൊതിച്ചിരിക്കും. പ്രേം നസീറൊക്കെ വല്ലപ്പോഴും മാത്രം കേരളത്തിൽ വരുമ്പോൾ ഷൂട്ടിംഗ് കാണാൻ ഉദയ സ്റ്റുഡിയോയിൽ മാത്രം വരുമ്പോൾ ആഗ്രഹിച്ചിരിക്കും. ഇന്ന് അങ്ങനെയല്ലല്ലോ. ഷൂട്ടിംഗ് എന്ന് പറയുന്നത് അങ്ങോട്ട് തിരിഞ്ഞാൽ അപ്പുറത്തൊരു ഷൂട്ടിംഗ് നടക്കുന്ന ഇപ്പുറത്ത് നടക്കുന്നുണ്ടാവും. അതിൻ്റെ അങ്ങനത്തെ ഒരു വാല്യൂ നോക്കുകയാണെങ്കിൽ കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എന്നും അതിൻ്റേതായിട്ടുള്ള പുതുമയിന് കാലഘട്ടങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതെ.